ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് വയറിലുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയെ പറ്റിയിട്ടാണ്. വയറിൽ ഒരുപാട് സമയത്ത് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഒരു വേദനയെ പറ്റിയിട്ടല്ല കേട്ടോ. വേദനയെ പറ്റിയാണെന്ന് നിങ്ങൾ ആദ്യം പ്രെജുഡൈസ്ഡ് ആയിട്ട് തീരുമാനിക്കേണ്ട. ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയെ പറ്റിയിട്ടാണ്. ഈ അസ്വസ്ഥത നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ലൂട്ടിയൽ ഫേസ് മുതൽ ശരീരത്തിൽ ഇൻക്രീസ് ആകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് യൂട്രസിന്റെ ലൈനിങ്ങിനോട് ഷെഡ് ആകാതെ അവിടെ പിടിച്ചു നിൽക്കുന്നതിനും ആ പ്രഗ്നൻസി സസ്റ്റെയിൻ ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും ഒരു സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ഹൈക്ക് അല്ലെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ശരീരത്തിൽ കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകും. ഏർലി പ്രഗ്നൻസിയിലെ പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് അബ്ഡോമൻ ഭാഗത്തുണ്ടാകുന്ന പല ടൈപ്പ് വേദനകളുണ്ട്. ഈ എല്ലാ വേദനകളും നമുക്കുണ്ടാകുന്നത് യൂട്രസ് ഒന്ന് എക്സ്പാൻഡ് ആകുന്നതിന്റെ ഭാഗമായിട്ടും അവിടുത്തെ മസിൽസ് ഒന്ന് സ്ട്രെച്ച് ആകുന്നതിന്റെ ഭാഗമായിട്ടുമാണ്. ഇതെല്ലാം നാച്ചുറലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം അവിടെ ഒരു കുഞ്ഞു വളരണമെങ്കിൽ അവിടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് യൂട്രസ് ഒന്ന് എക്സ്പാൻഡ് ആവണം. ഈ ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടാകുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില സ്ത്രീകളിൽ ഇങ്ങനെയുള്ള വേദനകൾ ഉണ്ടാവുകയും ചില സ്ത്രീകളിൽ വേദനകളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് വയറിലുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ്. വയറിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് നമ്മുടെ വയറ് നീര് വീണ പോലെയോ അല്ലെങ്കിൽ വയറിൽ ഭയങ്കര അധികം ഭാരം ഫീൽ ചെയ്യുന്നത് പോലെയോ വയറിൽ കല്ലപ്പ് ഉണ്ടാകുന്നത് പോലെയോ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുക. പ്രധാനമായിട്ടും എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കഴിച്ചിട്ട് അത് ദഹിക്കാതിരിക്കുന്ന സമയത്ത്, ഫുഡ് പോയ്സൺ ഉണ്ടാകുന്ന സമയത്ത്, അതുപോലെ നമ്മൾ വയറൊന്ന് നീര് വീഴുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ബുദ്ധിമുട്ട് വയറിൽ ഉണ്ടാവുന്നത്, ഒരു അസ്വസ്ഥത വയറിൽ ഉണ്ടാവുന്നത്. ഇതേ സെയിം അസ്വസ്ഥത തന്നെയായിരിക്കും പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് അവരുടെ ഏർലി സ്റ്റേജിൽ തന്നെ, വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഈ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. വയറെപ്പോഴും ഹെവി ആയിട്ടിരിക്കുക, നമുക്ക് ഗ്യാസ് വന്ന് തിങ്ങുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻ നമുക്ക് വയറിൽ അനുഭവപ്പെട്ടു തുടങ്ങുക. എന്നാൽ ഗ്യാസ് ഉണ്ടാവുന്ന ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലതാനും. അതുപോലെ തന്നെ വയറിന്റെ ഓരോ ഭാഗത്തായിട്ട് ചെറുതായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടുക. ഇപ്പൊ വയറിൽ നീര് വീഴുക എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയും അവരുടെ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാകും. വയറിൽ നീര് വീഴുമ്പോൾ നമുക്കിങ്ങനെ വയറിലൊരു കുത്തി പോലുള്ള ഒരു വേദന നമുക്ക് അനുഭവപ്പെടില്ലേ? സെയിം ഇതേ വേദന തന്നെയായിരിക്കും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്നത്. ഇത് രണ്ട് എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടായിരുന്നു എന്റെ ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കല്യാണത്തിന് മുമ്പ് 2 വീലർ ഓടിച്ച് പോയിക്കൊണ്ടിരുന്നേച്ചൊന്നും ഒരുപാട് ദൂരത്തേക്ക് എനിക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. എന്റെ ജോലി സ്ഥലമൊക്കെ വീടുമായിട്ട് ഭയങ്കര അടുത്തായിരുന്നു. പിന്നെ പുറത്തേക്കാണെങ്കിലും വീട്ടുകാരുടെ ഒപ്പം പോകുന്നതുകൊണ്ട് 2 വീലർ അധികം എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്ത് വരേണ്ടി വന്നതുകൊണ്ടും റോഡൊക്കെ ഗട്ടറും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നത് കൊണ്ടും എനിക്ക് പെട്ടെന്ന് വയറ് നീര് വീഴാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചത് വയറ് നീരിന്ന് വീഴുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ പിന്നെ വണ്ടി ഓടിക്കുന്നത് സൂക്ഷിച്ച് ഓടിക്കാൻ തുടങ്ങി. ഗട്ടറിലൊന്നും വീഴ്ത്താതെ സ്ലോവിലൊക്കെ പോയി അങ്ങനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ പിന്നീട് ഈ ഒരു സെൻസേഷൻ കൂടി വന്നു. അങ്ങനെ വന്നപ്പോഴേക്കും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് കിട്ടി. ഈ ഒരു കാര്യം കൊണ്ടല്ല കേട്ടോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തത്. കാരണം അന്ന് പ്രഗ്നൻസി എന്താണെന്നുള്ള A മുതൽ Z വരെ ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സെൻസേഷൻ ഉള്ളത് കൊണ്ടല്ല ഞാൻ ടെസ്റ്റ് ചെയ്തത്. ആ ഒരു സെൻസേഷൻ എനിക്ക് വന്നതോടൊപ്പം തന്നെ, അതായത് വയറിൽ നീര് വീണ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതിനോടൊപ്പം തന്നെ എനിക്ക് വയറിൽ ഇപ്പൊ ലൂസ് മോഷനായിട്ടും വയറിൽ ഇങ്ങനെ നോവ് പോലെ പോവാന്ന് പറയും ഇവിടെ പഴമക്കാരൊക്കെ. അങ്ങനെയുള്ള രീതിക്കായിരുന്നു എനിക്ക് വയറ്റിൽ നിന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതെന്റെ ഫസ്റ്റത്തെ ഒരു അവസ്ഥയായിരുന്നു. ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ വയറിലെ അസ്വസ്ഥതകളായിരുന്നു. നീര് വീണത് പോലെയുള്ള അസ്വസ്ഥത, വേദന, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, മോഷൻ പോകാനൊക്കെ ബുദ്ധിമുട്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്റെ രണ്ടാമത്തെ പ്രഗ്നൻസി. നിങ്ങളൊന്ന് നോക്കൂ, ഈ രണ്ട് സെൻസേഷനും ഉണ്ടായിട്ടുള്ളത് ഒരാൾക്ക് തന്നെ, ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡ് പ്രഗ്നൻസിയിലും. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾക്കും ലക്ഷണങ്ങളും ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള ലക്ഷണം അടുത്ത സ്ത്രീക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് വന്നിട്ടുള്ളൂ, ഇതാണ് പ്രഗ്നൻസിയുടെ എന്ന് നമുക്ക് വാശി പിടിക്കാനായിട്ടും സാധിക്കില്ല കേട്ടോ. അപ്പോ രണ്ടാമത് എനിക്കുണ്ടായ ലക്ഷണം എന്ന് പറയുന്നത് എന്ത് കഴിച്ചാലും ഗ്യാസ് വന്ന് തിങ്ങുന്ന ഒരു അവസ്ഥ. അതായത് ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാകുന്ന ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ വയറ് ഭയങ്കര ഹെവി ആയിട്ടിരിക്കുക, ഒരു ഭക്ഷണവും കഴിക്കാൻ തോന്നാതെ വരിക, വയറിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു കല്ലപ്പ് ഫീൽ ചെയ്യുക. അവിടെ വേദനയല്ല എനിക്ക് അനുഭവപ്പെട്ടത്, മറിച്ച് ഗ്യാസ് വന്നിട്ട് വയറൊന്ന് തിങ്ങിരിക്കില്ലേ, ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ വയറൊന്ന് ഉള്ളിലോട്ട് കുത്തി നോക്കുമ്പോഴേക്കും അങ്ങടേക്ക് ഉള്ളിലോട്ട് അങ്ങനെ ഇറങ്ങുന്ന പോലെ നമുക്ക് തോന്നില്ല, അത്രയൊരു ബുദ്ധിമുട്ടായിരുന്നു. വയറിന്റെ ആ ഒരു ലോവർ അബ്ഡമൻ ഭാഗവും അതുപോലെ പൊക്കിളിന് ചുറ്റുമുള്ള ഭാഗവും ഒക്കെ ഈ ഒരു സെൻസേഷനും ഫീലിംഗും ആയിരുന്നു ആ ഒരു ഏർലി സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് കേട്ടോ.
അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ മോഷൻ പോകാനായിട്ടൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പക്ഷേ വയറിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായി. ഈ രണ്ട് കേസിലും രണ്ട് സിറ്റുവേഷനിലും രണ്ട് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീക്ക് ഏർലി സ്റ്റേജിലായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ആ ഒരു സമയത്ത് ജസ്റ്റ് ആ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആവുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലക്ഷണം കൂടുതലായിട്ടും വരുന്നത് പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻസ് എടുക്കുന്നവരിൽ ആയിരിക്കും. ഈ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ നമ്മൾ എടുക്കുമ്പോഴേക്കും അന്ന് വരെ നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആവുന്ന പ്രൊജസ്ട്രോൺ മെഡിസിൻ എടുക്കുമ്പോൾ കുറേം കൂടി ഒന്ന് ഇൻക്രീസ് ആവുമല്ലോ, അപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സെയിം ഇതേ മെക്കാനിസം തന്നെയാണ് പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്കും ഫീൽ ചെയ്യുന്നത്. അവരുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോണിന്റെ മെഡിസിനുകൾ ഒന്നും തന്നെ എടുത്തില്ലെങ്കിലും നോർമലായിട്ട് പോകുന്ന ആ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ പ്രഗ്നന്റ് ആകുന്ന ഒരു സമയത്ത് കൂടുതലൊന്ന് ഹൈക്ക് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വയറിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് ഏറ്റവും കൂടുതൽ ഏർലി പ്രഗ്നൻസിയിലായിരിക്കും ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മുടെ ശരീരം ഈ ഒരു ഹൈക്കുമായിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോഴേക്കും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുന്നത് കുറഞ്ഞു വരാറാണ് പതിവ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ പ്രഗ്നൻസി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ ഗ്യാസിന്റെ സെൻസേഷൻ നമുക്ക് കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറേ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഭക്ഷണം ഒറ്റയടിക്ക് ഇരുന്ന് നമ്മൾ ഒരു 3 നേരം ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഒന്ന് ചുരുക്കിയിട്ട് 3 നേരം എന്നുള്ളതിന്റെ ഒന്ന് കൗണ്ട് ഒന്ന് കൂട്ടിയിട്ട് ഭക്ഷണത്തിന്റെ അളവ് ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് നടക്കും, ദഹന പ്രക്രിയയും നടക്കും. പ്രഗ്നന്റ് ആകുന്ന ഒരു സമയത്ത് സ്ത്രീയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെയധികം ലോ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. കാരണം റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ദഹന പ്രക്രിയ ഒന്ന് സ്ലോ ഡൗൺ ആവും. ഈ ദഹന പ്രക്രിയ ഒന്ന് സ്ലോ ഡൗൺ ആകുന്നത് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇൻക്രീസ് അവിടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ്. സെയിം ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. ഏർലി പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നെഗ്ലക്ട് ചെയ്ത് വിടുന്ന ഈ ഒരു ലക്ഷണവും നിങ്ങൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.